ഞാൻ നിങ്ങളെ ഒരു ചിത്രം കാണിക്കാം. ആ ചിത്രം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഇടപ്പോൺ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠത്തിൽ ഇന്നലെ നടന്ന ഗുരുപൂജയുടെ ചിത്രമാണ്. ഇതിൽ നീല ഷർട്ട് ഇട്ട ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ മനുഷ്യന്റെ പേര് അനൂപ് എന്നാണ്. ആരാണ് അനൂപ് എന്ന് നിങ്ങളുടെ മീഡിയക്കാരോട് ആലപ്പുഴയിൽ നിന്ന് അന്വേഷിക്കാൻ പറയണം. അദ്ദേഹം BJPയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും നൂറിനാട്ടെ പഞ്ചായത്ത് മെമ്പറുമാണ്. ഏത് വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന പിൻബലത്തിലാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വിദ്യാർത്ഥിയെ കൊണ്ട് ഈ BJP നേതാവിന്റെ കാല് ഈ സ്കൂള് കഴുകിപ്പിച്ചത് എന്ന് പൊതുസമൂഹത്തോട് RSSകാർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അധ്യാപകരെ ആദരിക്കുന്നു എന്ന പേരിൽ കേരളത്തിനകത്ത് ഇത്തരം വരേണ്യ വ്യവസ്ഥിതികൾ അടിച്ചേൽപ്പിക്കാൻ ആവശ്യമായ വലിയ പരിശ്രമം കേരളത്തിൽ RSS നടത്തുന്നതിനെ പൊതുസമൂഹം കാണേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളെല്ലാവരും വ്യക്തിപരമായി വിശ്വസിക്കുന്ന മതാചാരങ്ങളെ അവർ ചൂഷണം ചെയ്യുകയാണ്. അങ്ങനെ ചൂഷണം ചെയ്ത് നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ട്, നമ്മുടെ സഹപാഠികളെ കൊണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് BJP നേതാക്കന്മാരുടെ ഉൾപ്പെടെ കാല് കഴുകിപ്പിക്കുന്ന സമീപനം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ സ്വീകരിക്കുന്നത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ്. നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പൊതുസമൂഹം ഒന്നാകെ ഇതിനെതിരായി പ്രതികരിക്കണം. ഇത്തരം അപരിഷ്കൃതമായ നടപടികൾ സ്വീകരിക്കാൻ കുട്ടികളെ മാനസികമായി ടോർച്ചർ ചെയ്ത് പ്രേരിപ്പിക്കുന്ന ഇത്തരം വിദ്യാലയങ്ങൾക്കെതിരായി അതിശക്തമായ നടപടി സ്വീകരിക്കണം. ഈ കേരളത്തെ ചാതുർവർണ്ണ വ്യവസ്ഥിതി അടിച്ചേൽപ്പിക്കാൻ ആവശ്യമായ എന്താണോ സംഘപരിവാർ ഉദ്ദേശിക്കുന്നത് ആ നിലയിൽ ഒരു ആശയതലം കേരളത്തിൽ രൂപപ്പെടുത്തുന്നതിന് ആവശ്യമായ പരിശ്രമമാണ് നിർഭാഗ്യവശാൽ ഈ സ്കൂളുകളിൽ RSS നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യവസ്ഥിതിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് യോജിക്കാനാവില്ല. ഇതിനെതിരായ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. യഥാർത്ഥത്തിൽ വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയത്തിലേക്ക് കേരളത്തെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് കേരളത്തിൽ RSS നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ശ്രേഷ്ഠരും മഹത്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയത്തിലേക്ക് യഥാർത്ഥത്തിൽ RSS ആണ് കേരളത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. മനുസ്മൃതി രാജ്യത്തിന്റെ ഭരണഘടനയാവണം എന്നവർ ശഠിക്കുകയാണ്. മനുസ്മൃതിയിലെ പ്രധാനപ്പെട്ട ഒരു വാചകം RSSകാർ കേരളത്തിൽ പറയാറില്ല, രാജ്യത്തിന്റെ പല ഭാഗത്തും പറയാറുണ്ട്. പിതോ രക്ഷതി കൗമാരെ ഭർത്രോ രക്ഷതി യൗവനെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണ്. പുത്രോ രക്ഷതി വാർദ്ധക്യെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണ്. ഒരു സ്ത്രീയും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നാണ് RSSന്റെ തത്വശാസ്ത്രം. ആ തത്വശാസ്ത്രം കേരളത്തോട് വിശദീകരിക്കാൻ RSSന് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ള തത്വശാസ്ത്രങ്ങളെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ തലയിലേക്ക് നിർബന്ധിതമായി തള്ളിക്കയറ്റാൻ ആവശ്യമായ സമീപനം കേരളത്തിൽ RSS സ്വീകരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരം സ്കൂളുകൾക്കെതിരെ ഇങ്ങനെ BJP നേതാക്കന്മാരുടെ ഉൾപ്പെടെ കാല് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട്, വിദ്യാർത്ഥികളെ കൊണ്ട് കഴിവിപ്പിച്ച സ്കൂളുകൾക്കെതിരായ കൃത്യമായ നടപടി കേരളത്തിലെ ഭരണ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തി എടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.